ഹായ് ഹലോ. ആരെങ്കിലും ഓൺലൈനിലുണ്ടോ? 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തേക്ക്. അലക്കിയതാറിട്. അപ്പം അലക്കിയതാറിടാനല്ലേ? അലക്കിയതാറിടാനല്ലേ? ഓനിപ്പം എന്താ കേക്കായി? ഓനും അതിനല്ലേ വിളിച്ചേ? തല്ല ഞാൻ വിളിച്ചേക്ക് മക്കളെ, ഞാൻ വിളിച്ചില്ല മക്കളെ. പ്രശ്നം തീർന്നില്ലേ? അരുൺ ഈയിടെ അരുണ് എത്തിയില്ല, ബസ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നാകുമ്പോഴേക്കും ഒരു ലൈവ് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അപ്ലോഡാവും. ചേച്ചി മാരീഡാണോ? തൻ്റേതായ കാരണവശാൽ അല്ലാത്ത ഒരു മാരീഡാണ്. പൈസ വന്നോ? ഇന്നലെ ഇട്ടതിൻ്റെയാണ്. അതിന് എനിക്ക് എത്രയാണോ തുക വേണ്ടത് അത് വന്നു, ഞാനത് കയ്യിൽ ഡിലീറ്റ് ചെയ്താണ്. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത പൈസ നമ്മുടെ കയ്യിൽ വേണ്ടല്ലോ. ഒരാളെ എനിക്ക് സഹായിക്കണം തോന്നി, അത് സഹായിക്കാനുള്ള പേയ്മെൻ്റ് ആയപ്പോൾ, അവർ പറഞ്ഞ പേയ്മെൻ്റ് ആയപ്പോൾ നമ്മൾ ഇതാക്കി. വേറെ ഒന്നുമില്ല കേട്ടോ. ഹോസ്പിറ്റൽ കേസേ. ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ കേസാന്ന് പറയുമ്പം നേരെ എടുത്ത് അരുണിൻ്റെ അച്ഛൻ്റെ തലയിലേക്ക് ഇടും. അവർക്ക് ആ ഗതികേട് വന്നിട്ടില്ല ഗൈസ്. ഈ ഹോസ്പിറ്റൽ കേസ് ആർക്കും വരാതിരിക്കട്ടെ. അങ്ങനത്തെ ഒരു അസുഖം. ഞാൻ എപ്പോഴും വേറൊരു പെണ്ണുങ്ങളെ കളിയാക്കുന്നൊരു അസുഖമുണ്ട്. അതാ കൂൾ ബേബി കൂൾ. ഞാൻ കൂളാടോ. എടുക്ക് ഹാൻസാ. എത്ര വന്നു? അക്കൗണ്ട് ഡീറ്റെയിൽ വേണേ ഞാൻ തരാം. സുഖം ആണോ? ഞാൻ കുറേ ദിവസമായി നിൻ്റെ ലൈവ് കണ്ടിട്ട് വീഡിയോ കാണാറുണ്ട്. ഞാൻ ലൈവ് വരാറുള്ളത് വളരെ വളരെ കുറവായി. ഹൗസ് വാമിങ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഞാൻ ലൈവിൽ വന്നിട്ടില്ല കേട്ടോ. എന്താ പിള്ളേർ പുളിയുണ്ട് മണ്ണുങ്ങാനും ഓറഞ്ച് കൊണ്ട തന്നാ. കിങ്ങേ ഞാൻ ഇറച്ചും മീനും കൂട്ടാറുണ്ട്. പക്ഷെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് കുളിച്ചിട്ടാണ് വരയ്ക്കാറ്. അങ്ങനെ കേട്ടോ. പിള്ളേർ പുളിയുണ്ട് മണ്ണും നാരങ്ങ ഒളിച്ചുകൊണ്ടെത്താം. മോനെ ഒന്നുകൂടി സഞ്ജു ഒന്ന് അപ്ലോഡായി. സഞ്ജു ഒന്നുകൂടി. വൺ മോർ കുറച്ച് പൊളിയുണ്ട് കേട്ടോ. എനിക്ക് വിളിച്ച നീ അതിൽ നിന്ന്
പെമ്മക്കം സുഖമായിട്ടിരിക്കുന്നു. എടാ, ആ മുന്നോടൊക്കെ ആരെങ്കിലും കോംപ്രമൈസ് ആവാൻ പോകൂടെ? ആ തള്ളണ്ടല്ലോ, ലസിത പാലക്കൽ നിന്ന മൊണ്ണ ഒരു കാലത്ത് എൻ്റെ റോൾ മോഡലായിരുന്നു. ആരോടും പറയുന്നതേ. നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടുക, എന്നെക്കുറിച്ച് എന്തെങ്കിലും വന്നാൽ ന്യൂസ് ഇടുക, ഇതൊക്കെ നമ്മൾ ഇടാറുള്ളൂ. പക്ഷേ ഈ മുന്ന നിരന്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണ്. ഫേസ്ബുക്കിൽ അത്യാവശ്യം ഫോളോവേഴ്സും ഉണ്ട്. ഫേസ്ബുക്കിലേ കണ്ടുള്ളൂ, ഇൻസ്റ്റയും യൂട്യൂബൊക്കെ ഷോക. അപ്പം ഞാനീ ഫേസ്ബുക്ക് കാണുന്നതാ. എന്നിട്ട് ഓരോരുത്തരോരോ കമൻ്റ് ഇടുമല്ലോ. ഞാൻ പൊതുവെ ആരുടെ കമൻറ്റും വായിക്കാൻ പോകാറില്ല. പക്ഷേ ഈ ലസിത പാലക്കലിൻ്റെ കമൻറ്റുകൾ മാത്രമേ ഞാൻ വായിക്കാൻ പോകും. അപ്പോൾ ഈ ഒരു ദിവസം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഥ വായിക്കുന്നതിൻ്റെ മാതിരി എനിക്ക് ഒരു ദിവസം ഞാനത് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്കായിട്ട് ഞാൻ കാത്തു നിൽക്കും, ഇതിനുള്ള മറുപടി എന്താ കൊടുക്കുക എന്നുള്ള. അങ്ങനെ കാത്തു നിന്ന് ഭയങ്കര ഫാനായി. കാരണം ഉരുളക്കുപ്പേരി മണ്ണ് ഒന്നുകൂടി ആ വേണ്ട, എന്നിട്ടല്ലേ ഇതന്നെ ഒന്നുകൂടി പൂച്ചാണ് തൊട്ട കൈ കഴുകിയൊക്കെ ചെയ്യണേ. നിങ്ങൾ പൊളിച്ചോ, പൊളിച്ചോ. അങ്ങനെ പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് ഞാനായിട്ട് ഫാനാക്കി. ഒരു ഹരിത എന്ന് പറഞ്ഞ ഒരു പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഈ ഹരിത എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ കൊണ്ടോ എന്നെക്കുറിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ജൂൺ 15-നോ 16-നോ ഞാൻ കണ്ണനെ കളിയാക്കി ഓടക്കോയിൽ വായിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് എന്താ പറയുക, ഭയങ്കര ഷോക്കായിപ്പോയി. ഹരിതന 2-3 ദിവസം മുമ്പാണ് ഞാൻ കണ്ടിട്ടുണ്ടായി. സുരേഷ് ഗോപി ചേട്ടൻ്റെ അടുത്ത് മറ്റേ ഇവിടെ പോയപ്പോൾ എവിടെയായിരുന്നു ഒന്ന് പോയപ്പോൾ അപ്പോൾ തോൾ കൈ തട്ടി ജസ്ന എന്ത് വന്നാലും തളരരുത്, തളർത്തുണ്ണി എന്ന് പറഞ്ഞാൽ എന്നോട്. നിൻ്റെയൊക്കെ കൂടെ സപ്പോർട്ടായിട്ട് ഞാനുണ്ട് എന്ന് തന്നെ തളയ്ക്കുക. പിറ്റേന്ന് എനിക്കെതിരെ പോസ്റ്റ് ഇടുന്നു. അപ്പം ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പം ഇതിൻ്റെ കമൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയാ. അപ്പോൾ കിടക്കുന്നത് ലസിത പാലക്കൽ. ഞാനാകെ ഷോക്കായിപ്പോയി. എടേ, നമ്മൾ ഇത്രയും നാൾ ഭയങ്കര ഹൈപ്പ് കൊണ്ടുവന്ന ഒരാൾ നമ്മളെക്കുറിച്ച് മോശം പറയുന്ന ഒരു കമൻറ്റ് കണ്ടപ്പം സഹിക്കാൻ പറ്റിയില്ല. അപ്പം എന്താ പറഞ്ഞ നാടകം നിർത്തുമോ, വീരാൻകുട്ടി ഇറങ്ങിപ്പോ വീരാൻകുട്ടിയെ. എന്നിട്ട് പിന്നെ സ്ത്രീയെ ഞാൻ വാച്ച് ചെയ്യലൊടി. അപ്പം ഞാൻ കണ്ടതൊക്കെ വ്യാജ കൊട്ടാരമായിരുന്നു എന്നും കാര്യങ്ങളൊക്കെ. അതിനെ കൊണ്ടുപോടാൻ നല്ല ചുരിദാറായി എടുത്ത് വാങ്ങ് കൊണ്ടോട് വാതിൽ അങ്ങോട്ട് ചാഞ്ഞത്. വ്യാജ കൊട്ടാരമായിരുന്നു ഞാൻ പണി കഴിപ്പിച്ചതെന്ന് എനിക്കെപ്പോഴാണ് മനസ്സിലായി. പിന്നെ ഒന്ന് ഫസ്റ്റിലൊക്കെ
എതിർത്ത് പറയുമ്പം ഭയങ്കര കുറ്റബോധമായിരുന്നു. കുറ്റബോധം എന്ന് പറയാനും പാവം. ഞാൻ ഒരു കാലത്ത് അത്രമേൽ പ്രിയപ്പെട്ടതായിട്ട് കണ്ട ഒരാൾ നമ്മളോട് കുറ്റം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ തിരിച്ചു പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര പാവം തോന്നി. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ആളെ അല്ല, ചന്ത അതിനെക്കാട്ടിലും ചന്തമേരിനെക്കാട്ടിലും തറയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു പറയൽ തുടങ്ങി. ആ സത്യാവസ്ഥ ശരിക്കും പറയാച്ചാൽ ലസിതനോട് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ആ പഴയ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പണ്ടേ തൊട്ടുള്ളതാണ്. എനിക്ക് ഫെമിനിസ്റ്റാന്ന് പറയാൻ പറ്റൂല, കുറച്ച് ഞാൻ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. അതല്ലാണ്ടായി മാറിയൊരു നിമിഷം ഉണ്ടായി. അപ്പോൾ അത്രമേൽ നമ്മളെ എടാന്ന് വെച്ചാൽ പൊടി എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വെറും ചീട്ട് കൊട്ടാരാണ്, പാർട്ടിയിൽ നിന്ന് വരെ ഒഴിവാക്കിയാണെന്നൊക്കെ അറിഞ്ഞിട്ടും ഞാൻ കുറേ ഉൾക്കൊള്ളാൻ നിന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഒരു സമയത്ത് അത്രമേൽ പ്രിയപ്പെട്ടായി കണ്ട് അത്രമേൽ റെസ്പെക്റ്റ് ചെയ്ത് കാണുന്ന വീഡിയോ ഇന്ന് അതെൻ്റെ ഏറ്റവും വലിയ എനിമി. കാലം പോയൊരു പോക്കേ. അതാ പറഞ്ഞത്, കാലം നമ്മളെ ചതിക്കും. കാലം നമ്മളെ ചതിച്ച് ചതിയിലൂടെ കൊണ്ടുപോകുമെന്ന് പറയും. സത്യം, അങ്ങനെ കൊണ്ടുപോയതാണ് എന്നല്ലേ ഞാനും ലസിതയും എനിമിയായത്. പക്ഷേ ആ സ്ത്രീയോട് എനിക്ക് ഒരല്പമെങ്കിലും ദേഷ്യം തോന്നി തുടങ്ങിയത് എവിടെയാണെന്നറിയോ? ഇവളെ ഞാൻ പണ്ടേ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നോക്കാൻ, ഈ സ്ത്രീ എന്നെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ത്രീ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അല്ല എന്നൊക്കെ കേട്ടപ്പം എന്തോ സ്നേഹിച്ച് പിന്നെ സ്നേഹിച്ചതിൻ്റെ അപ്പുറത്തുമ്പോഴാണല്ലോ നമുക്ക് വെറുപ്പ് വരിക. അങ്ങനെ വെറുപ്പ് വന്നതാ. അല്ലാതെ ഞാൻ ആ പെണ്ണുങ്ങളുടെ അടുത്ത് കോംപ്രമൈസിനൊന്നും പോയിട്ടില്ല. അതിനൊന്നും എന്നെ കിട്ടത്തില്ല. ഇങ്ങോട്ട് പറയും അങ്ങോട്ട് പറയും. ഇപ്പം ഞാൻ പറച്ചിൽ നിർത്തി. കാരണം എന്താ വെച്ചാൽ ഈ ചളിക്കുണ്ടിലേക്ക് വീണ്ടും ചളി ഇറക്കിയിട്ട് വല്ല ലാഭമൊന്നും കിട്ടുന്ന കേസല്ലല്ലോ. ആടല്ലേ 10 വായെങ്കിലും നട്ടുകൊടുത്താൽ കൊല കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഓളിങ്ങനെ എൻ്റെ പേരെടുത്തിരുന്നത്. എൻ്റെ പേരാണ് ഓക്കുള്ള റീച്ച്, പൈസ. ഒരു 3-4 നാരങ്ങൻ്റെ കുരു കണ്ടോ? ഇത്രമേൽ കുരുണ്ട്. ഇത് നാടൻ നാരങ്ങ കേട്ടോ. അരുൺ ഇന്നലെ ഊട്ടിയിൽ ഓർഡർ പോയ സമയത്ത് കൊണ്ടുവന്നതാ. ഒന്നും കൂടി കിട്ടിയാൽ തിന്നേം, പക്ഷേ വാതിലടിച്ച് ചോദിക്കാഞ്ഞടേ. ഇങ്ങനെ തിന്നുന്ന സമയത്തേ തിന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഹസ്സിൻ്റെ ഫോട്ടോ ആണോ അത്? അതെ, ഹസ്സിൻ്റെ ഫോട്ടോ തന്നെ. എന്താ പറഞ്ഞേ? ആര്? കാണുമ്പോൾ വെള്ളം വരുന്നെന്നാണോ ഉദ്ദേശിച്ചത്? എൻ്റെ കൊതുവേ. മോനെ സഞ്ജു, എന്തൊരു കൊതുകാ മക്കളെ. ഒരു മഴ പൊടിഞ്ഞാൽ ഇവിടെ അല്ലെങ്കിലും തന്നെ പിന്നെ ഒരു കാട് മൂടി കിടക്കുന്ന ഒരു ഏരിയ. മിനിയാന്നും കൂടി വീട്ടിൻ്റെ ഉള്ളിൽ ഉടുമ്പായിരുന്നു. എങ്ങനെയാ അതിനെ പുറത്താക്കിയത്? ഞാൻ വിചാരിച്ചതേ ഫയർഫോഴ്സുകാർക്ക് പണി കിട്ടിയെന്ന്. പക്ഷെ അത്യാവശ്യം വലിയ ഉടുമ്പാ. കാലക്കേടിനെങ്ങാണ്ട് കടിച്ചായിരിക്കും, പോയില്ലേ. പിന്നെന്താ, എല്ലാവരും ഫുഡ് കഴിച്ചു.
ഒരു സ്ക്രീൻഷോട്ട് എടുത്താളുടെ കൈ രണ്ടും ഇല്ല. എൻ്റെ മോനുണ്ട് എനിക്ക് ജ്യൂസ് അടിക്കുന്നത്. എനിക്ക് രാത്രി 2 ഗുളിക ഉണ്ട് കുടിക്കാൻ, ഉറക്ക ഗുളികയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇത് വാറ്റടിച്ച പോലെ അവസ്ഥയാണ്. ഞാൻ പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും വിശപ്പും തുടങ്ങും. വിശപ്പിൻ്റെ വിളിയാണ് 4 5 നാരങ്ങപ്പം ഞാൻ കഴിച്ച്. ജ്യൂസ് അവർ രണ്ടുപേരും ഞാൻ ഗുളിക കുടിച്ചൊരു 1/2 hour അല്ലെ 1 hour കഴിയുമ്പോഴേക്കും അവർ ജ്യൂസ് സെറ്റാക്കി വെക്കും. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ എപ്പോഴാണോ അപ്പോൾ ജ്യൂസ് കിട്ടണം എന്നുള്ള നിലയിൽ അതിനുണ്ട് അടിക്കാൻ എൻ്റെ മോനെ. പിള്ളേർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഗൈസ്. കാരണം കൈ ആ ഒരു വിഷയം കൊണ്ട് ഭയങ്കര പ്രശ്നം. കുക്കിംഗ് ഒന്നും ഇവിടെ ഇല്ല, ഹോട്ടലിൽ നിന്നാണ്. ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ദിവസം ഇങ്ങനെ മേടിച്ച് കഴിക്കുക. ചിലപ്പോൾ ഞങ്ങൾ ബ്രെഡൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഹോട്ടൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ്. ചേട്ടനെവിടെ? വന്നില്ല, ഇപ്പോൾ ബസ് കഴിഞ്ഞതേ ഉള്ളൂ, അവിടുന്ന് കയറിയിട്ടുണ്ട്. ഉറക്ക ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കണം. എനിക്ക് ഉറക്ക കുറവായിട്ടാണ് മൈഗ്രെയിൻ ഇഷ്യൂ വന്നത്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റുള്ളൂ. കണ്ണൻ എന്ന പേര് രേവതിനാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. എടാ നീ എന്നാ തെറി വിളിച്ചാലും ഞാനത് കേൾക്കാനോ കാണാനോ പോകുന്നില്ലടാ ഉച്ചേ. കൊയിലാണ്ടിയിലാണോ ഇപ്പോൾ? അതെ, കൊയിലാണ്ടി തന്നെ. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയത്തില്ല. അതവിടെ കിടക്കട്ടെ. ഹായ് മൻസൂർക്ക, നിങ്ങളെ കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ. ലൈവ് വരാനും നിങ്ങളടുത്ത് നമ്മുടെ സ്പെഷ്യൽ പരിപാടി പറയാനും ഒന്നും പറ്റില്ല മൻസൂർക്ക. നമ്മുടെ വീട്ടിൽ കൂടലായിരുന്നു. നിങ്ങളെ വിളിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലായിരുന്നു. ലത ചേച്ചിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ ഏതാണ് മതം? എന്നാത്തിനാണ് ഈ മതം? എന്നെ മതത്തിൽ നിന്ന് ടോർച്ചർ ചെയ്ത് അങ്ങ് അറ്റത്തെത്തിയിട്ടാണ് ഞാൻ മതം എന്ന ഐഡൻറ്റിറ്റിയെ വിട്ടത്. അത്രമേൽ ടോർച്ചർ ചെയ്തിട്ട്. ഞാൻ എന്തിനാ കുറച്ച് പുറകോട്ടിരിക്കുന്നത്? മുമ്പോട്ടിരിക്കും. കൊതുകേ, ഏതായാലും എല്ലാം ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഏകദേശം 10-20 മിനിറ്റായി. അപ്പം നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, അങ്ങോട്ട് മഴയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. മെസ്സേജ് അയച്ചതിനെല്ലാം താങ്ക് യു. വീണ്ടും സന്ധിക്കും വരെ വണക്കം പറഞ്ഞിട്ട് ഞാൻ ബൈ ബൈ പറയാം. കൂട്ടത്തിൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.